അങ്ങനെ നമ്മൾ ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നല്ലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു ചൂര കിട്ടി. അത് കറി വെക്കുന്നൊരു വീഡിയോ ആണ്. അമ്മ അത് വെട്ടിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു, നീ എന്നാ അങ്ങ് കറി വെക്കുന്ന. അമ്മ മീൻ വെട്ടിക്കൊണ്ട് വന്ന സമയം കൊണ്ട് ഞാൻ പിന്നെ വേഗം അതിനാവശ്യമായ സാധനങ്ങളൊക്കെ എടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും പച്ചമുളകും. അപ്പോഴാണ് കറിവേപ്പിലയില്ലെന്ന് കണ്ടത്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് കറിവേപ്പ് നിൽപ്പുണ്ട്. അത് പക്ഷേ കിളുത്ത് വരുന്നതേ ഉള്ളൂ. എങ്കിലും ഞാൻ അതിൻ്റെ മണ്ട നുള്ളാമെന്ന് വിചാരിച്ചു. പക്ഷേ കറിവേപ്പില ഇല്ലെങ്കിൽ കറിക്കൊരു ടേസ്റ്റ് കാണത്തില്ലല്ലോ. അങ്ങനെ പിന്നെ ഞാനതെല്ലാം നുള്ളി എടുത്തുകൊണ്ട് വന്ന് ചട്ടി വെച്ച് ചൂടാക്കി കടുക് പൊട്ടിക്കാൻ തുടങ്ങി. കടുക് പൊട്ടിച്ച് വയ്ക്കുന്ന കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഉലുവയും കൂടി ഇടും. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുന്നു. ഏറെക്കുറെ മൂത്ത് ഒരു കളർ മാറുമ്പോഴത്തേക്കിനും നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൊടികളിടുന്നു. ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉലുവാപ്പൊടിയും കായവും പിന്നെ കുരുമുളക് പൊടിയുമാണ്. അതും കൂടിയിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുന്നു. ഇത് നമ്മൾ അത്രയും ആ വലിയ മീൻ മൊത്തത്തിൽ നമ്മൾ എടുത്തിട്ടില്ല, പകുതി മാത്രമേ എടുത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാനും പൊന്നുസും അമ്മയും മാത്രമേ കൂട്ടത്തുള്ളൂ. അച്ഛൻ ചൂരയൊന്നും കൂട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ പകുതി മാത്രം എടുത്തുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ എടുക്കുന്നത്. പിന്നെ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെക്കുമല്ലോ, ആ വെള്ളം ഇതിലോട്ട് ഒഴിച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഇത് മിക്സ് ആക്കുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ കറിക്ക് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ച് അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ എടുത്ത് വെച്ചിട്ടുള്ള പുളിയൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ നമ്മൾ തിളപ്പിച്ച് വരുന്നു. ഈ നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്കിനും നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന മീനെടുത്ത് ഇതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് നമ്മൾ അടച്ച് വെച്ച് വേവിച്ച് അതൊന്ന് പറ്റി വരുമ്പോഴത്തേക്കിനും കുറച്ച് പച്ച വെളിച്ചെണ്ണയും നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കറി പറ്റിയെന്ന് കാണുമ്പോഴത്തേക്കിനും എന്നിട്ട് അത് ഇട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഗ്യാസ് ഓഫാക്കുന്നു. എന്നിട്ട് അതിന് നല്ലൊരു രുചിയുമാണ്, നല്ല മണവുമാണ് അപ്പോഴത്തേക്കിനും. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.